ഞാനിപ്പോൾ നടന്നു കയറുന്നത് ഒരു ചരിത്രത്തിലേക്കാണ്. കുമളി എന്ന കൊച്ചു ഗ്രാമത്തിൽ മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത ഞങ്ങളുടെ സ്വകാര്യ സ്കൂളിലേക്ക്. എൻ്റെ കുമളി സ്കൂൾ അല്ല, ഞങ്ങളുടെ കുമളി സ്കൂൾ. ഓരോ വർഷങ്ങളും ഓരോ ദിവസങ്ങൾ പോലെ കടന്നു പോകുന്നു. ഇതിനിടയ്ക്ക് പല കാര്യങ്ങൾ, ജോലികൾ, പല സ്ഥലങ്ങൾ, അവിടെ പല വ്യക്തികൾ, പല പ്രതിസന്ധികൾ, ഉയർച്ചകൾ, അങ്ങനെ ജീവിതത്തിലെ പല വഴിത്താരകൾ കടന്ന് ഇവിടെ എത്തി നിൽക്കുന്നു. എന്നാൽ എത്രയൊക്കെ വർഷങ്ങൾ കടന്നു പോയാലും എന്നും മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരിടമുണ്ട്. ഏതൊക്കെ നാടുകളിൽ പോയാലും തിരികെ സ്വന്തം നാട്ടിലെത്തുമ്പോൾ ഓടിയെത്താൻ കൊതിക്കുന്ന ഒരു സ്ഥലം. അതാണ് എൻ്റെ വിദ്യാലയം. ആയിരത്തി 1990 തുടങ്ങിയതാണ് എൻ്റെ ഇവിടുത്തെ യാത്ര. 2 നൂറ്റാണ്ടുകളുടെ സംയോജനം, അങ്ങനെ ഒരു ഭാഗ്യം കൂടിയുണ്ട് ഞങ്ങളുടെ ആ യാത്രയ്ക്ക്. 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനവും 21-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭവും. 1999-2000 ബാച്ച്. എത്ര വലിയ വിഷമങ്ങളുണ്ടായാലും അതുപോലെ തന്നെ സന്തോഷങ്ങളുണ്ടായാലും ഇവിടെ വന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു മനസ്സുഖം, അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ആ പഴയ കലാലയത്തിന് ഇന്ന് രൂപം കൊണ്ടും ഭാവം കൊണ്ടും വളരെ മാറ്റം സംഭവിച്ചു. എന്നാലും മാറാത്ത ഒന്നുണ്ട്, അവൻ്റെ സാന്നിധ്യം. കഴിഞ്ഞ 100 വർഷക്കാലം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, അധ്യാപകർ, അവരുടെ എല്ലാം മായാത്ത ഓർമ്മകൾ ഇവിടെ മറിഞ്ഞിരിക്കുന്നു. ഞങ്ങളുടെ അധ്യാപകർ, ഇവിടുത്തെ ക്ലാസ് മുറികൾ, ഓഡിറ്റോറിയം, ഗ്രൗണ്ട്, ആ വലിയ മാവ്, അങ്ങനെ പല ഓർമ്മകളും ഇവിടുണ്ട്. ചിലതൊക്കെ മറിഞ്ഞുപോയി, ചിലത് കാലത്തിൻ്റെ കയ്യൊപ്പ് പതിച്ച് ഇനിയും പല തലമുറകളെയും കാത്തു നിൽക്കും. ഇത് മഹാരഥന്മാരായ പൂർവ്വ വിദ്യാർത്ഥികൾ പഠിച്ചിറങ്ങിയ മണ്ണ്. അതെ, 1925 തുടങ്ങിയ ജൈത്രയാത്ര ഇന്ന് 2025 വന്നു നിൽക്കുമ്പോൾ ഇവിടെ നിന്നും പോയ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഇതുപോലെ 1000 കഥകൾ പറയാനുണ്ട്. കഥകൾ പറയാൻ ബാക്കി വെച്ച് ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു പോയ നമ്മുടെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും ഈ അവസരത്തിൽ സ്മരിക്കുന്നു. കാലം എത്ര കഴിഞ്ഞാലും കാതങ്ങൾക്ക് അകലെയാണെങ്കിലും കാലങ്ങൾക്ക് സാക്ഷിയായി കാണുമെന്നും എൻ്റെ വിദ്യാലയം.